അയ്യന്തോൾ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം തൃശൂരിൽ തുടരുന്നു. ആയിരങ്ങളാണ് രണ്ടാം ദിനവും മഹോത്സവ നഗരിയിലേക്ക് എത്തുന്നത്. പ്രമുഖർ അമ്മയെ വേദിയിലേക്ക് വരവേറ്റു. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഭക്തിസാന്ദ്രമല്ലേ തൃശൂർ? ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും വലിയ ഒരു ഭക്തജന തിരക്ക് ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏകദേശം 50,000-ഓളം പേര് തീർച്ചയായും വലിയ ഒരു ഭക്തജന തിരക്ക് ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏകദേശം 50,000-ഓളം പേരെ ഉൾക്കൊള്ളിക്കാനാവുന്ന ശേഷിയുള്ള ഒരു വേദിയാണ് ഈ ബ്രഹ്മസ്ഥാനത്ത് പണിഞ്ഞത്. ആ ഒരു 50,000 അത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കാവുന്ന വേദിക്ക് പുറത്തേക്ക് വരെ ആളുകൾ അതായത് ആ പുറത്തു വരെ കസേരകളിട്ട് ഇരിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് എത്തി. അത്രത്തോളം ഭക്തജന തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ ബ്രഹ്മസ്ഥാനത്ത് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അമ്മ വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ എല്ലാ ഇരിപ്പിടങ്ങളും ഫുള്ളായി എന്നുള്ളതാണ്. എല്ലാ ഇരിപ്പിടങ്ങളിലും ആളുകൾ എത്തി, ഭക്തജനങ്ങൾ എത്തി എന്നുള്ളതാണ്. അതിന് സമാനമായി ഇന്നും അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. രാവിലെ മുതൽ തന്നെ ആളുകൾ അമ്മയെ കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. വലിയ ഒരു നീണ്ട നിരയായിരുന്നു രാവിലെ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഭക്തജനങ്ങളുടെ ഈ ഒരു ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പ്രമുഖരായുള്ള വ്യക്തികൾ, നടൻ ദേവൻ അടക്കമുള്ള, മേയർ അടക്കമുള്ള വ്യക്തികൾ ഇന്ന് അമ്മയെ നേരത്തെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അമ്മയോടൊപ്പം വേദിയിലെത്തി അമ്മയ്ക്ക് ഹാരാർപ്പണം നടത്തി അമ്മയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അനുഗ്രഹവും വാങ്ങിച്ചാണ് ഇപ്പോഴും അമ്മയ്ക്കരികിൽ വേദിയിൽ അവർ ഇരിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രമുഖരായ വലിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇന്നലെയും ഇന്നുമായി അമ്മയെ കാണാൻ ഇങ്ങോട്ട് എത്തുകയാണ്. ഒപ്പം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയെ ഒരു നോക്ക് കണ്ട അമ്മയുടെ ദർശനം വാങ്ങിക്കാനായി വളരെ ഭക്തി നിർഭരമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ ഇന്നും വിശേഷാൽ പൂജകളുണ്ട്, പ്രത്യേക ചടങ്ങുകളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ ലളിതാ സഹസ്രനാമത്തോടു കൂടിയായിരുന്നു തുടക്കം. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ അമ്മ വേദിയിലേക്ക് എത്തി. തുടർന്ന് ഇത്തരത്തിൽ ധ്യാനവും അതുപോലെ തന്നെ ഭജനയും ഒക്കെ ഉണ്ട്. നിലവിൽ ഇപ്പോൾ അമ്മയുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി ധ്യാനവും ഭജനയും ഒക്കെ ഉണ്ടാകും. രാഹുദശ നിവാരണ പൂജ, ശനിദശ നിവാരണ പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ ഇന്ന് നടക്കുന്നുണ്ട്. മഹാഗണപതി ഹോമമുണ്ട്, ഉദയാസ്തമന പൂജയുണ്ട്. അത്തരത്തിൽ നിരവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുകയാണ്. ഇന്ന് ഈ ഒരു മഹോത്സവത്തിൻ്റെ രണ്ടാം ദിനം ഏകദേശം ഇപ്പോൾ പകുതിയായിരിക്കുന്നു. ഇനി അല്പസമയം കൂടിയുള്ളൂ. നമുക്കറിയാം, കോഴിക്കോടൊക്കെ വളരെയധികം വൈകിയായിരുന്നു ഈ ഒരു ദർശനം അവസാനിച്ചത്. 2 മണിവരെയൊക്കെ ദർശനം ഉണ്ടായിരുന്നു. ഇവിടെയും അതിന് സമാനമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ഭക്തജന തിരക്കാണ്. ഓരോ മണിക്കൂറിലും തിരക്ക് കൂടുന്ന ഒരു സാഹചര്യമാണ്. ഓരോ മണിക്കൂറിലും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ദർശനം അല്പം വൈകാനും സാധ്യതയുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഏകദേശം 11:30-12 മണിയായി ആ ദർശനം പൂർണ്ണമായും അവസാനിച്ചപ്പോൾ അതിന് സമാനമായി ഇന്നും അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കുള്ളതിനാൽ തന്നെ അല്പം വൈകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അവസാനത്തെ ഭക്തനും ദർശനം നൽകി മാത്രമേ അമ്മ വേദി വിടുകയുള്ളൂ. കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ എല്ലാവരും ആ ദർശനം ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ ആകാംക്ഷയോടുകൂടി, വളരെ സന്തോഷത്തോടു കൂടി ഓരോ ഭക്തജനവും അമ്മയുടെ ഓരോ മക്കളും ഇവിടെ കാത്തിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അമ്മയുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കും, പൂജകൾ നടക്കാനുണ്ട്. ഒപ്പം അല്പസമയത്തിനകം തന്നെ ദർശനം ആരംഭിക്കും. ഓരോരുത്തരായി അമ്മയെ കാണാനായി, അമ്മയെ ഒരു നോക്ക് കണ്ട് അനുഗ്രഹം വാങ്ങാനായി ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു 2 ദിവസത്തെ ഈ ഒരു ബ്രഹ്മസ്ഥാന മഹോത്സവം അത് വലിയ ഒരു ആഘോഷമായി, അമ്മയുടെ സാന്നിധ്യത്താൽ അത് വലിയൊരു ആഘോഷമായി മാറി എന്ന് തന്നെ വേണം പറയാൻ. ആളുകൾ അത്രത്തോളമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. വലിയ ആകാംക്ഷയോടെ ഈ ഒരു 6 വർഷത്തിന് ശേഷം അമ്മ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അത് വലിയ ഒരു സന്തോഷമാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ആകാംക്ഷയോടെ വർഷങ്ങളോളം കാത്തിരുന്ന ആളുകളുണ്ട്. പലരും ആദ്യമായിട്ട് അമ്മയെ ദർശിക്കുന്ന ആളുകളുണ്ട്, ആദ്യമായിട്ട് അമ്മയെ കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളും പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ ഇങ്ങോട്ടേക്ക് അമ്മയെ കാണാനായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് രാവിലെ മുതൽ ഇവിടെ ബ്രഹ്മസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇനിയും ഒരുപാട് പൂജകളും ചടങ്ങുകളും നടക്കാനുണ്ട്. അമ്മ നിലവിൽ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.